എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി പ്രതിഷേധിച്ച യുവാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ അതിനിഷ്ഠൂരമായി തല്ലിച്ചതയ്ക്കുന്ന, അത് ചട്ടം ലംഘിച്ചുകൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ആ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അവർ കണ്ടെത്തിയിരിക്കുന്ന ചില സംഭവവികാസങ്ങൾ, അതായത് അന്വേഷിച്ച് ഈ കേസുണ്ടായപ്പോൾ അത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ 2 പേർ, അതായത് ADGP അജിത് കുമാറിൻ്റെ ഓഫീസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിച്ച് CPM-നും മുഖ്യമന്ത്രിയുടെയും താല്പര്യമനുസരിച്ച് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇവർ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിന് പ്രകാരം ഈ ഗൺമാന്മാരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവം നമ്മൾ വാർത്തകളായി പുറത്തു വരുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ 2 ഉദ്യോഗസ്ഥർ, അതായത് ഈ കേസ് അട്ടിമറിച്ച് CPM-ന് വേണ്ടി അട്ടിമറിച്ച ഉദ്യോഗസ്ഥർ ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിലും അന്വേഷണ സംഘത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു വളരെ ഗുരുതരമായൊരു കാര്യവും പുറത്തു വരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ശബരിമലയിൽ ഭഗവാന്റെ മുതൽ തട്ടിയെടുത്തത് CPM നേതാക്കളാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് അന്വേഷിക്കാൻ ഒരു സംഘത്തിനെ നിയോഗിക്കുന്നു. ആ സംഘത്തിലും ഈ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്നത്തെ സർക്കാരിന്, പിണറായി സർക്കാരിന് CPM-ൻ്റെ നേതാക്കളെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 2 ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നത് തന്നെയാണ്. ഈ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന ഹൈക്കോടതി ജഡ്ജിയുടെ മുന്നിൽ ആണെന്ന് തോന്നുന്നു ഈ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എത്തിയത്. ആ സമയത്ത് അദ്ദേഹം ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്, ആ ഏകാംഗ ബെഞ്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ഈ കേസ് പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്താണ്? അന്വേഷണം വളരെ തൃപ്തികരമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഈ വരുന്ന വാർത്തകൾ വരുന്നതനുസരിച്ച് പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം കോടതി ഒരു അന്വേഷണ സംഘത്തിനെ നിയോഗിക്കണം എന്ന് പറഞ്ഞെങ്കിലും പിണറായി വിജയനാണ് അന്വേഷണ സംഘത്തിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിച്ചതും നിയോഗിച്ചതും. ഈ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ സംഘത്തിൽ നിയോഗിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ നമ്മൾക്ക്, ഈ കേരളത്തിലെ ജനങ്ങൾക്കും ശബരിമല വിശ്വാസികൾക്കും പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതിനർത്ഥം പിണറായി വിജയൻ ഉൾപ്പെടെ ഈ സ്വർണ്ണത്തട്ടിപ്പിൽ പങ്കുണ്ട്, അതിൻ്റെ ഫലം പറ്റി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയൻ തന്നെയല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയും ഈ ശബരിമല സ്വർണ്ണത്തട്ടിപ്പിലെ ഗുണഭോക്താക്കൾ തന്നെയാണ് എന്ന് നിസ്സംശയം നമ്മൾക്ക് പറയാവുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരുണത്തിലാണ് നമ്മൾ വളരെ ഗൗരവമായി സുപ്രീം കോടതിയുടെ ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിശ്വാസ്യതയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഏകാംഗ ബെഞ്ച് പറഞ്ഞു ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല, അന്വേഷണ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഡിവിഷൻ ബെഞ്ച് അതിനെ പൂർണ്ണമായും ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അന്വേഷണത്തെ സാധൂകരിക്കുകയും ന്യായീകരിക്കുകയുമാണ് ചെയ്തിരുന്നത്.
അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ ഒരു മുന്നോട്ടുള്ള ആ പോക്ക് ഒരിക്കലും യഥാർത്ഥ സ്വർണ്ണക്കൊള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയില്ല എന്നുള്ളത് തന്നെയാണ്. കോടതി തന്നെ അതിനൊരു വഴിയൊരുക്കി കൊടുക്കുന്നതിന് തുല്യമാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ് എന്ന് ഉള്ള ആ ഒരു നിരീക്ഷണം. നമ്മൾ തന്നെ എല്ലാം ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കോടതിയിൽ കൂടിയും കേൾക്കുന്നില്ല, സർക്കാരിൻ്റെ തലത്തിൽ നിന്നും കേൾക്കുന്നില്ല. അത് ഏകദേശം നിലച്ചതുപോലെയുള്ള ഒരു തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം തന്നെ എന്താണ് ചെയ്തത്? ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം, ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ ഭാഗഭാക്കായിട്ടുള്ളവർക്കെല്ലാം ജാമ്യം കിട്ടുന്നതിന് വേണ്ടി കുറ്റപത്രം സമർപ്പിക്കുന്നത് കാലതാമസം വരുത്തി. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ് നിയമം എന്നിരിക്കെ, വ്യവസ്ഥ അങ്ങനെയാണെന്നിരിക്കെ, അവർ 90 ദിവസം വരെയും കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇതോടെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കി. എന്നിട്ടും കോടതി അത് മനസ്സിലാക്കി ഇല്ല എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായ സംഭവമാണ്. ഈ നാട്ടിലെ ഒരു ഹൈന്ദവ ആരാധനാലയങ്ങളുടെയും സ്വത്തുക്കൾക്ക് ഒരു സുരക്ഷയോ ഒരു സംരക്ഷണവുമോ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഭക്തജനങ്ങൾ ദുഃഖത്തോടുകൂടി മനസ്സിലാക്കുന്നത്. അത് കോടതിയിൽ കൂടിയായാലും സർക്കാരിൽ കൂടിയായാലും അതിനൊരു സംരക്ഷണം ലഭിക്കുകയില്ല എന്നുള്ള ആ ഒരു ചിന്ത ഭക്തജനങ്ങളിലുണ്ടാക്കുന്ന ആ മാനസികമായ വ്യഥ എത്രമാത്രം ആണെന്ന് ഉള്ള കാര്യം ഒരു യഥാർത്ഥ ഭക്തന് മാത്രമേ, ഭക്തൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഈ നാട്ടിൽ ഏത് രീതിയിലാണ് നമ്മൾ, എവിടെയാണ് നീതിക്ക് വേണ്ടി സമീപിക്കേണ്ടത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണത്തിൻ്റെ ഗതി മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മൾക്ക് വളരെയേറെ ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എവിടെ പോകും? ഈ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏത് രീതിയിലാണ് ഭക്തർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത്, അതിനൊരു വ്യക്തത വരുത്തേണ്ടത് ഈ അന്വേഷണ സംഘം തന്നെയല്ല, സർക്കാരും കോടതിയും തന്നെയാണ്. ഇത് ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ശരിയായ അന്വേഷണം നടക്കണം എന്നുണ്ടെങ്കിൽ CBI തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസും അന്വേഷിച്ചേ തീരൂ എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കാരണം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും വലിയ നീക്കം എന്താണ് എന്ന് ഉള്ളത് ഭക്തജനങ്ങൾ മനസ്സിലാക്കുക. അത് മറ്റൊന്നുമല്ല, ഈ അന്വേഷണം, ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസന്വേഷണം CBIയെ ഏൽപ്പിക്കുക എന്നുള്ള ഏക ഒരു ആവശ്യമായിട്ട് ഭക്തജനങ്ങൾ മുന്നിട്ടിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള കേസ് അത് വെറുതെ ആയി പോകത്തേയുള്ളൂ. ആ കുറ്റവാളികൾ രക്ഷപ്പെടുകയുള്ളൂ. പിണറായി വിജയനും CPM ഉൾപ്പെടെയുള്ള ഈ കുറ്റവാളികൾ രക്ഷപ്പെടും. അവർ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് എന്താണ് നമ്മൾക്കതിന് പറയുന്നത്, നിരപരാധികളായി ഊരിപ്പോരും എന്നുള്ള കാര്യം ഭക്തജനങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഹിന്ദു സംഘടനകളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തങ്ങളുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം.
കേന്ദ്ര ഏജൻസി അതായത് CBI ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് അതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാൻ ഉള്ള ഏക മാർഗം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.